14 ലക്ഷം രൂപയ്ക്ക് ഞാൻ തരും ഇത്. ബ്രോ നാട്ടുകാരെ അടി മേടിച്ച ഒരിക്കലില്ല, ഞാനിത് 14 ലക്ഷം രൂപ കയറും. വീഡിയോ നിർത്തിയിട്ടില്ല, ഇയാളെ കയറുക ഇവിടെ, ഇയാൾ ഇരുന്നിട്ട് പോയാൽ മതി. കാര്യം പറഞ്ഞ ഇതിനകത്ത് പിന്നെ അതായത് ഞാൻ കാണിച്ചുതരാം, പിള്ളേർക്ക് പറ്റുള്ളൂ. 4,60,000 രൂപ തന്നേക്കാം. 4,60,000 2015 ആസ്ത ഓപ്ഷൻ ഡീസൽ. ഒരു രക്ഷയില്ല അല്ലേ, കിടിലൻ സാധനം. പുണ്ടയാണ്, പക്ഷെ എന്താന്ന് അറിയത്തില്ല, ഇവന്മാർ രക്ഷപ്പെട്ടില്ല. അവന്മാര് ഭയങ്കരമായിട്ട് മുടിഞ്ഞു പോയി അതോടെ. വണ്ടീന്റെ കേസ് പറയുകയാണെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്. കമ്പനി പോലും ഉണ്ടല്ലോ, ഞാൻ ആലോചിച്ച് മേടിച്ചിട്ടായിരിക്കും. കണ്ടോ കുറച്ച് തമാശ കൂടുന്നുണ്ടല്ലോ. 18 മോഡൽ. ഈ എന്റെ ഒരു കസ്റ്റമർ എന്ന് വെച്ചാൽ, ചേട്ടാ ഈ മിക്ര എന്താ വിലയെന്നാ ചോദിച്ചത്. ഞാൻ അന്ന് ഇവൻ ഇട്ട പേരാണ് മിക്ര. മിക്ര. ഇത് പിന്നെ വണ്ടി ഇത് നല്ലതാണ്. അപ്പൊ അത് ചോദിക്കാൻ അത് 17, ഇത് 15 അല്ലേ. 15 വണ്ടി 3,25,000 രൂപ കൊടുത്തേക്കാം. ഫുള്ള് തലതിരിഞ്ഞ കളിയാണല്ലോ ഇത് നമ്മുടെ സ്വന്തം വേറൊരാളുടെ വണ്ടിയാണ്. നമ്മുടെ ട്രസ്റ്റ് വാല്യൂ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഈ ഒരു എപ്പിസോഡിന് തൊട്ട് മുമ്പ് നമ്മൾ ഇവിടുത്തെ ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് വലിയ വണ്ടികളും കുറച്ച് ചെറിയ വണ്ടികളും ഉൾപ്പെടുത്തിയിട്ട് കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലും നിങ്ങൾക്ക് നല്ല കിഡിലൻ ക്വാളിറ്റിയുള്ള അടിപൊളി കുറേ വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം പൈസയല്ല, അതിൻ്റെ പുറമെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റിയുള്ള യൂസ് കാർ, അപ്പോൾ എല്ലാവരും പറയുന്നൊരു കേസുണ്ട്, യൂസ് കാർ എടുത്താൽ പണി കിട്ടും, കാരണം മറ്റൊരാൾ ഉപയോഗിച്ചല്ലേ അതിന് കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ വണ്ടികൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രസ്റ്റ് വാല്യൂൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഇവരുടെയൊക്കെ കേസിൽ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഇവർ ഈ ചാനൽ ഷോറൂം തുടങ്ങിയ ശേഷം നമ്മുടെ ചാനലിൽ മാത്രമേ വീഡിയോ കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ ചാനൽ ത്രൂ മാത്രമേ ഇവർക്ക് സെയിലും വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ ഒരാൾ പോലും കുറ്റം പറയാത്തൊരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് ഒരു 10-700 വണ്ടിയെങ്കിലും ഇവർ വിറ്റിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ആൾക്കാർ വണ്ടി എടുത്തിട്ട് ആരും കുറ്റം പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നല്ല വണ്ടികളെ തരുള്ളൂ. അപ്പോൾ എന്തായാലും സുഹേൽ ബ്രോണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കാം. ഷെയർ ചെയ്യാൻ മറന്നു പോരുത്. ഈ ഷെയർ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടോ. നല്ല വണ്ടി അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം കിടിലം പ്രൈസിൽ നല്ല വണ്ടികൾ വേണമെങ്കിൽ നേരെ പോരെ സുഹേൽ ബ്രോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നല്ല അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ചെറുവണ്ടികളും കുറച്ച് വലിയ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. ഇതിലും ഇതേപോലെ തന്നെ കുറച്ച് നല്ല കിടിലം ബലേനോ മുതൽ കുറച്ച് സ്വിഫ്റ്റുകൾ മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. നല്ല വണ്ടികൾ, നല്ല പ്രീമിയം വണ്ടികൾ നമ്മൾ കാണിച്ചു തരാം. അതെ, നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതിന്റെ കാരണം ക്വാളിറ്റി വണ്ടികളും വില കുറവും അല്ലേ. അത് നമ്മൾ ഒരിക്കലും വിടരുത്. നമ്മൾ ആ ഒരു സംഭവം ഒരിക്കലും നമ്മൾ കൈവിടത്തില്ല. അതായത് ഞാനിപ്പോൾ എല്ലാവരും പറയുന്നൊരു കേസുണ്ട്, നിങ്ങൾ 10 രൂപ കൂട്ടി കൊടുത്തോ, പക്ഷേ ഒരു വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവരുത്, 100% ക്വാളിറ്റി വേണം. തീർച്ചയായും യൂസർ എടുക്കുന്ന എല്ലാവരുടെ ഒരു വിഷമം എന്ന് പറയുന്നത് കംപ്ലൈന്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം എല്ലാവർക്കും ഒരു സംശയം കാണും, ഇവരെന്തായിരിക്കും ഈ വണ്ടി കൊടുത്തതെന്നുള്ള സംശയം കാണും. സ്വാഭാവികമായിട്ടും നിങ്ങളെ വിളിക്കുന്നവരാണെങ്കിലും ആരായാലും യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ്. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. കുറെ ആൾക്കാർ പോയി പല പല ചതുകളിലൊക്കെ വീണതുകൊണ്ട് അവർക്ക് എപ്പോഴും ഈ ചൂടുവെള്ളത്തിൽ വീണ പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന കണക്കാണ് കാര്യങ്ങൾ. പക്ഷെ എന്തായാലും ഇവിടുന്ന് നിങ്ങൾ വന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഗ്യാരണ്ടി നമ്മൾ പറയും അല്ലേ. നമ്മൾ വാറണ്ടിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ. നമ്മുടെ വാറണ്ടി ഒക്കെ ഉണ്ട്, മിക്ക വണ്ടിക്കും വാറണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു 15 ശേഷമുള്ള എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ട്. പക്ഷെ 15 ശേഷമുള്ള വാറണ്ടി. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മളെ വണ്ടികൾ ഒരു 90% നമ്മൾ ക്വാളിറ്റി തന്നെയായിരിക്കും. പിന്നെ കുറച്ച് പാർക്ക് ആൻഡ് സെല്ലിന് ഇടയ്ക്ക് കിടപ്പുണ്ട്. പാർക്ക് ആൻഡ് സെല്ലിക്ക് ഇപ്പൊ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല, കസ്റ്റമർ കൊണ്ടിട്ട്. അപ്പൊ നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് എടുത്തിട്ട് വരുന്ന സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് ചെയ്യാം. തുടങ്ങിയാലോ? ബലേനോ 2021 ബലേനോ സീറ്റ് വണ്ടിയാണ്. 21 സീറ്റാ, 21 എല്ലാം ഉണ്ടാവും. അതെ, എല്ലാ സാധനവും ഉണ്ട്. ABS, എയർ ബാഗ്, അലോയ്സ്, ബട്ടർ സ്റ്റാർട്ട് എല്ലാം ഉണ്ടാവും. ഈ വണ്ടി അജു നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്. 6,70,000 രൂപ കൊടുത്തേക്കാം. 21 സീറ്റ 6,70,000. 10 മേലെ വിലയില്ല. 10 മേലെ 10,90 വിലയുണ്ട് അല്ലേ. 10,90 അല്ല, 11 മേലെ വിലയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പിന്നെ 3-3.5 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ കിട്ടും അല്ലേ. അതെ. അതുപോലെ തന്നെ നല്ല റെഡ് കളർ അടിപൊളി സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VXi ആണ് വണ്ടി. ഇത് VXi അല്ലേ. അതെ, ഇത് സിംഗിൾ ഓണർ ആണ്. ഈ പറയുന്ന ഒരു 10,000-15,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഈ വണ്ടി 12 മാസമുണ്ട്, 2020 12 മാസമാണ്. ഈ വണ്ടി നമുക്ക് 6 ലക്ഷം എന്നുള്ള ഒരു 5,85,000 രൂപ കൊടുക്കാം. 2020 സ്വിഫ്റ്റ് VXi ആണ്. 5,85,000 വണ്ടി കൊടുക്കാം. എനിക്ക് ഫുൾ ലോൺ തന്നെ കയറൂല, ഏറെക്കുറെ ഫുൾ ലോൺ തന്നെ കയറും അല്ലേ. അതെ. അതുപോലെ തന്നെ ഈ വൈറ്റ് സ്വിഫ്റ്റ് ആണെങ്കിലോ 2020 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് AMT അല്ലേ. AMT സിംഗിൾ ഓണർ വണ്ടി. നമ്മളെ ഇതിന്റെ അകത്ത് ഇപ്പൊ ഒരു കൂടുതൽ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഒന്നാമത് ഈ പറഞ്ഞ വണ്ടിന്റെ ഒക്കെ ഇന്റീരിയറിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് ആയിട്ട് ഞാൻ അജുവിന്റെ അടുത്ത് പറഞ്ഞു. അത് മാത്രമല്ല പിന്നെ
കറക്റ്റ് ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണ്ടോ ഇന്റീരിയർ? തീർച്ചയായിട്ടും വേഗം ഇത്രയും വണ്ടി ആഡ് ചെയ്യാനുള്ളതാണ് ഞാൻ ഇങ്ങനെ എടുത്തു പോകുന്നത്. ഇത് നമുക്ക് 6,85,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 6 ലോൺ 20 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്. അടിപൊളി. 2018 സ്വിഫ്റ്റ് LDA വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് സിംഗിൾ ഓണർ വണ്ടി 5,25,000 രൂപ കൊടുക്കാം. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5,25 ഡീസൽ വണ്ടി അല്ലേ? പവർ വിൻഡോ ഫ്രണ്ട് ചെയ്തിട്ടുണ്ടോ? പവർ വിൻഡോ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. പിന്നെ വേണൊരു 10 കേസുകളിൽ ബാക്കിലാണ് പവർ വിൻഡോ കൂടി ചെയ്ത VCI അല്ലേ? ഇത് 2021 സ്വിഫ്റ്റ് ആണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് വെറും 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 2021 അല്ലേ? 21 LXI അല്ലേ? ഓക്കെ. അത് 21 മോഡൽ ഉണ്ടെന്നുള്ള ആലോചിക്കണം, നിങ്ങൾ മിസ് ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ കാണിച്ച മുഴുവൻ വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ ഏകദേശം കയറും. നമുക്ക് ഏറെക്കുറെ ഒരു 50 രൂപ മാക്സിമം തന്നാൽ മതിയാവും. പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ കയറും. പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ സുഖമായിട്ട് കയറും. അതെ. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ, നിങ്ങൾ മിസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോൾ എടുത്തോ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ്. അത് ഗ്യാരണ്ടി തന്നെയല്ലേ? തീർച്ചയായിട്ടും. 2022 മോഡൽ സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി. നമുക്ക് ഈ വണ്ടി നിസ്സാരം 7.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഏറെക്കുറെ നമുക്ക് 7 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. അതായത് 21 പിന്നെ 22 ZXi എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് വരും, അലോയ് വീൽ വരും, എല്ലാ സാധനവും കമ്പനി ഫീഡ് ആയിട്ട് വരും അല്ലേ? അതെ. അപാകതയൊന്നുമില്ലല്ലോ? ഒരു അപാകതയില്ല. ZXi പ്ലസ്സിലാന്ന് തോന്നുന്നു അല്ലേ? ക്രൂസ് കൺട്രോൾ ഒക്കെ വരുള്ളൂ. ക്രൂസ് കൺട്രോളും വരും, പ്രൊജക്ടർ ലാമ്പും വരും അതിലല്ലേ? അടിപൊളി. അപ്പൊ ഇനി ഇതാണെങ്കിലോ പോളോ 2018 മോഡൽ പോളോ കംഫർട്ട് ലൈൻ ആണ്. ഇതിന് നിലവിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 പേര് ഫിനാൻസിന് വേണ്ടിയിട്ട്. ഈ വണ്ടി നമുക്ക് 6 ലക്ഷം രൂപ കൊടുത്തേക്കാം. 6 ലക്ഷം 18 കംഫർട്ട് ലൈൻ ഡീസൽ വണ്ടി, അത്യാവശ്യം നല്ല ഫിറ്റിംഗ് ചെയ്തിട്ടുള്ള വണ്ടി. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. പിന്നെ പറയുമ്പോൾ ഈ സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആ ഒരു രീതിക്ക് ഉപയോഗിക്കുന്നവർക്ക് പറ്റുള്ളൂ. ഇത്രയും പൈസ മുടക്കിയ സാധനമാണ്. ഇതിന്റെ ഈ 4 വീലും അലോയ് വീലും ടയറും മാത്രം വരുമ്പോൾ ഏകദേശം 10-80 രൂപയോളം റേറ്റ് വരും കേട്ടോ. സോൽബ്രോ ഇതിപ്പോ നിലവിൽ വേറെ ഒരു അപാകതയില്ലെന്നോ? ഒരു അപാകതയില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. 1.5 ഡീസൽ അല്ലേ? പവർ സാധനം. ഇതാ കിടിലൻ സാധനം, ഒരു എക്കോ സ്പോർട്ട് ഉണ്ടല്ലോ. 2018 മോഡൽ എക്കോ സ്പോർട്ട് ടൈറ്റാനിയം വണ്ടി. അല്ല സോറി ആംബിയന്റ്, അതിന്റെ താഴെയുള്ള. അതായത് ടൈറ്റാനിയം അലോയ്. വണ്ടി ഓടിയതോ? വണ്ടി ഓടിയത് ഒന്നിനകത്ത് ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടി. പിന്നെ ഗുണം എന്താന്ന് വെച്ചാൽ മൈലേജും ക്വാളിറ്റിയാണ് അല്ലേ? അതെ. പിന്നെ ഈ ബോഡി നല്ല പക്ക സ്ട്രോങ് ആണ്. ഇതൊക്കെ ബോഡി ക്വാളിറ്റിന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. അതെ. അത്രയും കിടിലൻ സാധനം അല്ലേ? നല്ല സാധനം. എന്ത് വിലയുണ്ട് ഇപ്പൊ? നമുക്ക് ഇത് 5,85,000 രൂപ കൊടുക്കാം. 5,85 18 വണ്ടി. അത് നല്ല വലിയൊരു പൈസ ഞാൻ പറയില്ല. ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ. തട്ടുമുട്ടൊന്നുമില്ലല്ലോ, റീപ്ലേസ് ഒന്നുമില്ല. 5,85 നിങ്ങൾക്ക് 2018 വണ്ടി കിട്ടും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2022 ഗ്രാൻഡ് വിത്താര ആൽഫ വണ്ടിയാണ്. 22 ഗ്രാൻഡ് വിറ്റാര ആൽഫ എന്ന് പറയുമ്പോൾ ഇത് മറ്റേ ഹൈബ്രിഡാ? ഇത് ഹൈബ്രിഡ്. അതെ. അതായത് ബാറ്ററിയിൽ കുറച്ച് ചാർജും പിന്നെ ബാക്കി ഫ്യൂവലും പോകുന്ന സാധനം. അതായത് ഏറ്റവും ടോപ്പ് വണ്ടി. അതെ, ഏറ്റവും ടോപ്പ് വണ്ടി. 22 വണ്ടി. ഓ, കിട്ടുന്ന സാധനമാണല്ലോ. ഇതിന്റെ ഇന്റീരിയർ എന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പുത്തൻ വണ്ടി എന്ന് പറഞ്ഞാൽ പുത്തൻ വണ്ടി. ഏതാ മണം? പുതിയതിന്റെ നല്ല മണമുണ്ട് കേട്ടോ. നമ്മളെ സൺറൂഫ്, മൂൺ റൂഫ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞിട്ട് ഈ അൽഫ എന്ന് പറയുമ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫീഡ് ആയിട്ട് വരും അല്ലേ? പിന്നെ അല്ലാതെ ഇവിടെയൊക്കെ ലെതറല്ലേ വന്നേക്കണേ. പിന്നെ ഇതിലാ മറ്റേ ബാറ്ററി ബാക്കും എല്ലാം ഉണ്ടല്ലേ? അടിപൊളി. അതായത് നിങ്ങളൊന്ന് ആലോചിക്കണം, ശരിക്കും 2022 ഏകദേശം 24-25 ലക്ഷം രൂപ വിലയില്ലേന്. 23-24 രൂപ വിലയുണ്ട്. 24 ലക്ഷം രൂപ വിലയുള്ള വണ്ടി അല്ലേ? ഈ സാധനം ഞാൻ എത്ര രൂപ കൊടുക്കണേ? പറയൂ. എത്ര കൊടുക്കുന്നേ? 14 ലക്ഷം രൂപയ്ക്ക് ഞാൻ തരും. ബ്രോ നാട്ടുകാരെ അടി മേടിച്ചാൽ ഒരിക്കലില്ല. ഞാനിത് 14 ലക്ഷം രൂപ വരും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാനുണ്ട്. ഇതിന്റെ ചില സ്ത്രീകൾ ഡൈവേഴ്സ് ആവില്ല, തന്റേതല്ലാത്ത കാരണത്താൽ ഡൈവേഴ്സ് ആയെന്നൊക്കെ പറയില്ല. അതുപോലെ തന്റേതല്ലാത്ത കാരണത്തിൽ ഫ്രണ്ട് ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട്. മേജർ ആണോ? മേജർ ഒന്നുമല്ല. അതായത് അകത്തോട്ടൊന്നും വർക്ക് എടുത്തിട്ടില്ല. അപ്രോണോ ലെഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഫ്രണ്ട് ബോണറ്റും ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ബമ്പർ ഗ്രില്ലൊക്കെ മാറി. നമ്പർ പ്ലേറ്റ് KL 03A AG 58588. ഓക്കെ. അതായത് നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും പുത്തൻ വണ്ടി 14 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു സർപ്രൈസിംഗ് പ്രൈസ് തന്നെയാണ് അല്ലേ? അപ്പൊ പോട്ടെ, ഇപ്പൊ മെയിൻ ഗ്ലാസും ബോണറ്റും ഇപ്പൊ മേജർ ഇടി അല്ലാന്നുണ്ടെങ്കിൽ വലിയ മാറിയതുകൊണ്ട് ഒരു സംഭവം വരാനില്ല. വണ്ടി ഓടുന്നതിന് ഒരു പ്രശ്നമില്ല. അത് പല കാരണം കൊണ്ട് മാറുമല്ലോ അല്ലേ? ഇതിനകത്ത് ഒരു 15 ലക്ഷം രൂപ ലോണും ചെയ്തു തരാം. 15 ഒന്നുമല്ല ബ്രോ, 10-17 ലക്ഷം രൂപ പറഞ്ഞാണ്. വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ, പലിശ അടക്കേണ്ടത് എന്തായാലും. അതെന്തായാലും ഒരു രക്ഷയില്ലാത്ത ഏറ്റവും ടോപ്പ് വണ്ടി. ഈ ഇങ്ങനെയുള്ള വണ്ടിയിൽ കിട്ടണമെങ്കിൽ നമ്മളെ ഷോറൂമിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അല്ലേ? മനസ്സിലായില്ലേ? അടിപൊളി. കസ്റ്റമർ പാർക്കൻസൈൽ വണ്ടിയാണ്. അപ്പൊ ആ പറയുന്ന നേരെ ഇമ്പാക്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2015 ഇന്നോവ G4 കേരളത്തിലോട്ട് ആക്കിയ വണ്ടിയാണത്. 15 റീ ആണ്. അപ്പൊ ഇത് അവർ ചോദിക്കുന്ന 9 ലക്ഷം രൂപയാണ്. അത് ആവശ്യം ന്യായമാണ്, പ്രൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. അത് ഓട്ടോ എത്രയാ?
ഓട്ടം ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ അകത്തെ ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ 15 വണ്ടി 9 ആസ്കിംഗ് ആണ്. അപ്പോൾ 8 സംതിങ്ങിന് കിട്ടും. ചിലപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ബാർഗൈൻ ചെയ്യുവാണെങ്കിൽ കിട്ടുമായിരിക്കും. അത് പാർക്കിംഗ് ചെയ്യില്ല അല്ലേ? അതെ, പാർക്കിംഗ്. അത് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കോട്ടെ, മാക്സിമം വില കുറച്ച് തരും. അടുത്ത പറയുകയാണെങ്കിൽ വിറ്റാര വിട്ടു പോരുത് കേട്ടോ. വിറ്റാര എന്റെ മോനെ അത് കീഴിലെ സാധനം മാറുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 17 ഇന്നോവ G4 ക്രിസ്റ്റ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 80,000 കിലോമീറ്റർ ഓടി. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നല്ല ഫിറ്റിംഗ്സ് വേണമെങ്കിൽ ആദ്യം അകത്തൊക്കെ ഒന്ന് കയറി കാണിച്ചു കൊടുത്തോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടിയല്ലേ? കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ച വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 16,90,000 രൂപ കൊടുത്തേക്കാം. 16,90,000 കൊടുത്തേക്കാം. അത് ഒറിജിനൽ കേരള വണ്ടി. റിയ അല്ല കേട്ടോ, റിയ എന്ന് വിചാരിക്കരുത്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. 16,90,000 നല്ല വൃത്തിയുള്ള വണ്ടി. 2017 സെയിം തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ G4 വണ്ടി തന്നെയാണ് ഇത്. വണ്ടി 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 15,75,000 രൂപ കൊടുത്തേക്കാം. ഒറിജിനൽ കേരള വണ്ടി. 15,75,000 രൂപ കൊടുത്തേക്കാം. ഞാൻ കാണിച്ചു. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചതും 17 തന്നെയല്ലേ? അപ്പൊ ഇത് കിലോമീറ്റർ 79,000 കിലോമീറ്റർ. ഇത് 160 കിലോമീറ്റർ. അതേ ഉള്ളൂ വ്യത്യാസം. ടൊയോട്ടനെ വെച്ചിട്ട് എന്തൊന്നേരം അല്ല, എന്നാലും ഞാൻ പറയണം, ഇത് ഒരു കസ്റ്റമറിന്റെ വണ്ടി. ഇത് നമ്മുടെ സ്വന്തം വണ്ടി. നമ്മൾ 15,75 ഉള്ളൂ, അത് 16,90. കസ്റ്റമർ പറയുന്ന പ്രൈസ് നമ്മൾ വിറ്റ് കൊടുക്കാൻ. അതായത് 17 മോഡൽ ക്രിസ്റ്റ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. റീവണ്ടി പോലും ഇവിടെ ഈ പ്രൈസിൽ കിട്ടില്ല അല്ലേ? ആ സമയത്താണ് നമ്മൾ ഒറിജിനൽ കേരള വണ്ടി, അതും ഒറ്റ റീപ്ലേസ് ഇല്ലാത്ത കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. 160 എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ ടൊയോട്ട നമുക്ക് ഓട്ടമേ ഒന്നുമല്ല. അത് എന്താ പറയാ, അത്ര വലിയ കൂടുതലും അല്ല, കുറവാണെന്നും പറയണ്ട. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ റീസണബിൾ പ്രൈസ് ആണ്. അതെ, G4 ആണ്. 15,75 നിങ്ങൾക്ക് കേരളത്തിൽ വേറെ എവിടെയും കിട്ടൂല എന്ന് ഗ്യാരണ്ടി. നല്ല അടിപൊളി ഒരു 7 സീറ്റർ ഉണ്ട് അല്ലേ? പാവങ്ങളുടെ ഇന്നോവ. അത് മാത്രമല്ല പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കും. എന്താ സംഭവം അറിയാജു? 2016 ഗോ പ്ലസ് വണ്ടിയാണ്. കിലോമീറ്റർ കറക്റ്റ് എനിക്കത്തില്ല, തുച്ഛമായ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.25 ലക്ഷം രൂപ കൊടുത്തേക്ക് ഈ വണ്ടി. 1,75,000 രൂപയ്ക്ക് 7 പേർക്ക് ഇരുന്ന് പോകുന്ന 16 വണ്ടി. 7 പേർക്ക് ഇരിക്കാന്നൊക്കെ പറയുമ്പോൾ ബാഗ് 2 പിള്ളേർക്കൊക്കെ ഇരിക്കാം. അത് കയറി വീഡിയോ നിർത്തിയിട്ടില്ല, ഇയാളെ കയറുക. ഇവിടെ ഇയാൾ ഇരുന്നിട്ട് പോയാൽ മതി. കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് പിന്നെ അതായത് ഞാൻ കാണിച്ചത് പിള്ളേർക്ക് പറ്റുള്ളൂ. ആ സീറ്റ് ലേശം ചെറുതാണ്, പക്ഷെ 7 പേർക്ക് ഇരിക്കാം. കമ്പനി പറഞ്ഞത് കറക്റ്റ് ആണ്. ഞങ്ങൾ പാവങ്ങളുടെ ഇന്നോവ എന്ന് പറയുമ്പോൾ അറിയാലോ, പാവങ്ങള് എല്ലാരും ഇരിക്കും, പണക്കാരൊക്കെ ഇരിക്കാൻ പാടായിരിക്കും. ഇനിയിപ്പോ മറ്റേ ചമ്രം പറഞ്ഞ് ഞങ്ങൾക്ക് ഇരുന്നാൽ മതി. 1,75,000 രൂപ ഈ വണ്ടി നമ്മൾ കൊടുക്കും. 16 വണ്ടി. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. മാറിയില്ലല്ലോ. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന എമൗണ്ടിനകത്ത് നെഗോസിയേഷൻ ഒന്നുമില്ല. അതാ ഞാൻ ആദ്യം പറയണം. പറയുന്നുണ്ട് ഇതിലും കുറച്ച് കൊടുക്കാൻ പറ്റൂല. 2011 സാൻഡ്രോ 1 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം. 11 വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി, നല്ല വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാ, ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഇവിടെ കിടന്ന് പൊടി അടിക്കുന്ന ഇതൊക്കെ ഞാൻ ഒന്ന് പോളിഷ് ചെയ്ത് ഇന്ത്യയിലൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നേക്കാം കൊടുക്കാം അല്ലേ? പിന്നെ ഒരു കേസ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ വണ്ടികളൊക്കെ പിന്നെ എന്താ പറയാ, ഒരു ഷോറൂം കണ്ടീഷൻ ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? ഒരിക്കലും നമുക്ക് കാര്യം 11 വണ്ടി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 14 വർഷം പഴക്കമായി. അതെ, പക്ഷേ എന്നിരുന്നാലും റണ്ണിങ് പക്കയല്ലേ? റണ്ണിങ് പക്കയാണ്, റീപ്ലേസും ഇല്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി. റണ്ണിങ് പക്ക എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഒരു പ്രശ്നമില്ല. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഓടിച്ചു വന്ന വണ്ടി 1 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾ കൊടുക്കും. എനിക്കറിയാം 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും വണ്ടി. ഉള്ളിൽ കൊടുക്കും. ഉള്ളിൽ കൊടുക്കും. ഇതോ ഇത് 2011-12 രജിസ്ട്രേഷൻ ഹുണ്ടായി ഐട്ടന്റെ പഴയ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. കാപ്പ എഞ്ചിനാണ് കേട്ടോ. കാപ്പ എഞ്ചിൻ നല്ല എഞ്ചിനാണ്. മാനുവലുണ്ട്. എന്താ 1.70 കൊടുത്തേക്കാം. 1.70 ഇതൊക്കെ ഏകദേശം 1 ഉള്ളിൽ ഓടിയിട്ടുണ്ടാവും. ഇല്ല, ഇത് 90,000 കിലോമീറ്റർ. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാത്തിനും ഹിസ്റ്ററിയും കാര്യങ്ങളും തരും. 15 മോഡൽ i20 ആസ്ത ഡീസൽ വണ്ടി. 15 i20 ആസ്ത. ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി i20. ഈ ലോ ബഡ്ജറ്റിന്റെ കൂടെ വേസ്റ്റ് പോലെ കൊണ്ടിടുന്നത് i20 ഡീസൽ അജിന്റെ കയ്യിലില്ലേ, മറ്റേ ആക്റ്റീവ്. അതാ പറഞ്ഞ സെയിം സാധനമാണല്ലോ. ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോ ബഡ്ജറ്റിന്റെ ഒരു നിലവാരത്തിൽ ഇത് ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ അങ്ങനെ, അത് സ്ഥലമില്ലാത്തോണ്ടാ സാറേ. 15 i20 ഡീസൽ ആസ്റ്റ, അതും റെഡ് കളർ. ഓട്ടം 1 മേലെ ഓടി ഉണ്ടാവും അല്ലേ? ഒന്നും ഓടിയിട്ടില്ല, വെറും 65,000 കിലോമീറ്റർ മാത്രമേ ഓടി. ഞാൻ കാണിച്ചു കേട്ടെ, ഈ 15 വണ്ടി അതും ഡീസൽ 65 എന്നൊക്കെ പറഞ്ഞാൽ ജെനുവിൻ ആണോ വെച്ചാൽ കസ്റ്റമർ കൊണ്ട് ഇട്ട സാധനമല്ലേ? ഹിസ്റ്ററി നോക്കിയോ നിങ്ങള്? ഹിസ്റ്ററി ഒക്കെ നോക്കി, കറക്റ്റ് തന്നെയാണ്. അതൊക്കെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. കസ്റ്റമർ കൊണ്ടിട്ടുണ്ട്, ഇത് കസ്റ്റമർ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. വില എത്രയാ പറഞ്ഞ? 4,60,000 രൂപ തന്നേക്കാം. 4,60,000 2015 ആസ്ത ഓപ്ഷൻ ഡീസൽ. ഒരു രക്ഷയില്ല അല്ലേ? കിടിലൻ സാധനം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2021 മോഡൽ കിഡ് ന്യൂ ഷേപ്പ് RX 1 ലിറ്റർ വണ്ടി. കിഡ് മറ്റേ ഇതാണോ? ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ ഇടണം. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇടണം, അപ്പം ഗിയർ മാറും. ഓക്കെ. ഇപ്പൊ 2021 1 ലിറ്റർ വണ്ടിയാണ്. RX 39,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 3,75,000 രൂപയ്ക്ക് തരാം. ലോണും തരാം. ഒരു 25,000 രൂപ കൊണ്ടുവരാം. ഇവിടെ കിടക്കുന്ന പൊടിയടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി നല്ല നീറ്റ് വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ പുണ്ടോ ഈ തെങ്ങ് പോലെയാണ്.
എന്താ കൽപ്പകവൃക്ഷമാണ് പുണ്ടോ ആണ് തേങ്ങ വാങ്ങിക്കോ സ്വിഫ്റ്റിന് ഇഞ്ചും കൊടുത്തത്. സ്വിഫ്റ്റിനും കോട്രാജറ്റ് വിസ്തയ്ക്കും ഒക്കെ കൊടുത്തത് പുണ്ടയാണ്. പക്ഷെ എന്താന്ന് അറിയത്തില്ല, ഇവന്മാർ രക്ഷപ്പെട്ടില്ല. അവന്മാര് ഭയങ്കരമായിട്ട് മുടിഞ്ഞു പോയി അതോടെ. വണ്ടീന്റെ കേസ് പറയുകയാണെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ല വണ്ടി. ഇത് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് എല്ലാ സർവീസും എറണാകുളം ഫിയറ്റിന്റെ ഷോറൂമിൽ ചെയ്ത് മേജർ സർവീസ് കഴിഞ്ഞ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയിട്ട് 4 ആലോചിച്ച് ഷോറൂമും പോയി അവരുടെ ഡേറ്റയും പോയി എല്ലാം പോയി. സത്യം ശരിക്കും സർവീസ് ഉണ്ട്. ഈ വണ്ടി നമുക്ക് 2,65,000 കൊടുത്തേക്കാം. 16 ഉണ്ടോ ഏറെക്കുറെ 2 രൂപ ലോണും കൊടുത്തേക്കാം. കുറയോ അത് റേറ്റ്? ഒന്നും പറയില്ല, ഒരു 5 രൂപ ഞാൻ കുറച്ചേക്കാം. അതെ അല്ലേ? അതിന്റെ റിസ്ക്. പിന്നെ ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? ഒറ്റ റീപ്ലേസ് ഇല്ല. അന്യായ വണ്ടി. ഒന്ന് പോളിഷ് ആ ബീഡിങ് ഞാൻ ഓർഡർ ഒന്നുമില്ല. അടുത്ത് പറയണ 2018 മോഡൽ കമ്പനി പോലും പറഞ്ഞിട്ടില്ല, ഞാൻ ആലോചിച്ച് മേടിച്ചിട്ടായിരിക്കും. കണ്ടോ കുറച്ച് തമാശ കൂടുന്നുണ്ടല്ലോ. 18 മോഡൽ. ഈ കാണുന്നവർക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? ഇങ്ങനെ അമ്മെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമോ? 2018 മോഡൽ കിഡ് RXT ആണ് വണ്ടി. 2,25,000 രൂപ. സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. അത് 18 RXT ആണ്. 18 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒരു സ്പെഷ്യൽ എഡിഷൻ കാണാം അല്ലേ? അതെ. പിന്നെ ലോൺ എത്ര വേണം? എത്ര വേണം? ഫുള്ള് തരും. ഫുള്ളിന് മേലെ കൊടുക്കുമോ? ഫുള്ളിന് മേലെ വേണമെങ്കിൽ 2 രൂപ വരെ തരാം. കൊടുക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ. പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ കിട്ടുള്ളേ. നല്ല വണ്ടി കേട്ടോ. പിന്നെ ഇതാണെങ്കിലോ? ഇത് 2018 മിക്ര 18 മൈക്ര പെട്രോൾ ആണ്. ആക്റ്റീവ് ആണ് അല്ലേ? XV. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഉള്ളൂ. പിന്നെ എന്റെ ഒരു കസ്റ്റമർ എന്ന് വെച്ചാൽ ചേട്ടാ ഈ മിക്ര എന്താ വിലയെന്നാ ചോദിച്ചത്. ഞാൻ അന്ന് ഇവൻ ഇട്ട പേരാണ് മിക്ര. അതെ മിക്ര 2018 മോഡൽ മിക്ര XV 3,75,000 രൂപ വന്നേക്കാം. ഇത് XV ആണെങ്കിൽ ഇതിന് ബട്ടർചാർട്ടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അതെന്താ വരാത്ത? 1.2 പെട്രോൾ ആണ് ഇത്. ഈ ഇതിലില്ലേ ആക്റ്റീവില് ഇത് വരില്ല. XVയില് ബട്ടർ മറ്റേ പുണ്ടോ പോലെ പുണ്ടോടെ ആക്റ്റീവ് ഇത് കണക്കാ. പിന്നെ അപ്പൊ ഇത് ഓട്ടം 40-നകത്ത് 37,000 കിലോമീറ്റർ. നല്ല കിടിലം വണ്ടി കേട്ടോ. നല്ല വണ്ടി, നല്ല കളർ ആണ്. ഒരു സ്വിഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് അടിപൊളി സാധനമാണ്. അപ്പൊ എന്തായാലും പ്രൈസ് വരുന്നത് 18 മോഡൽ XVക്ക് 3,75,000 രൂപ. മാക്സിമം ഫുൾ ലോണും കൊടുക്കാം. അതുപോലെ തന്നെ എന്റെ പൊന്നി എനിക്ക് ഐറ്റിന്റെ ഇത് മാവ് ഇവിടെ നിന്നുണ്ട്. 2 മാങ്ങ ഓടിച്ചിട്ടില്ല, ഞാൻ ഇതിനെ വെട്ടിക്കളഞ്ഞായിരുന്നു. 2015 മോഡൽ i20 ആസ്ത ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇത് ആസ്ത ഓപ്ഷൻ ആണ്. ആസ്ത ഓപ്ഷൻ വണ്ടിയാണ്. ഓപ്ഷനിൽ ഇത് വരില്ല. ഇല്ലെങ്കിൽ ആസ്ത 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ബട്ടൺ ചാർട്ടും ഇല്ലല്ലോ? ബട്ടൺ ഉണ്ടല്ലേ? പിന്നെ ബട്ടൺ ഉണ്ട്. എന്ത് ചോദ്യം ചോദിക്കാം. ബട്ടൺ പെട്രോളോ ഡീസലോ? ഡീസൽ വണ്ടി. അപ്പൊ ഒരു റെഡ് വണ്ടി അവിടെ കാണിച്ചു. അടുത്തത് ഇത് വൈറ്റ് വണ്ടി 2015 ഇന്ത്യയിൽ കാണിച്ചു. രാജു ഇന്ത്യയിൽ കാണിക്കണോ? കിണറ്റി പോലെ ഇതിനകത്തൂടെ അത്യാവശ്യം നല്ല സെറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് പുഷ്പട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മറ്റേ സ്ഥിരം ഡയലോഗ് പറഞ്ഞേ. ഇന്ത്യയുടെ അത്യാവശ്യം സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മെനയുള്ള ഒരു വണ്ടി. അതെന്താണെന്നറിയോ? ഇതിപ്പോ സീറ്റ് കവർ കാണിക്കാൻ തന്നെ എനിക്ക് മടി. കാരണം നല്ലത് വൃത്തിയുള്ളത് അങ്ങനെ അല്ലാണ്ട് വേറെ എന്താ പറയണ്ടേ? വേറെ ആന ഉണ്ടെന്ന് പറയാൻ പറ്റും അതിനകത്ത്. അത് കുറെ പേര് ട്രോളിയിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? ശരി, ഓക്കെ. അപ്പം അതുകൊണ്ടാണ് ആ ഇന്ത്യയിൽ കാണിക്കാതെ. 4,90,000 നമുക്ക് ഈ വണ്ടി തരാം. ഏറെക്കുറെ ഫുൾ ഓൺ 4,90 അല്ലേ? ഓക്കെ. മറ്റേ നമ്മൾ 4,60 പറഞ്ഞേ. 4,60. എന്താ വ്യത്യാസം? പിന്നെ അത് 15 അല്ലേ? ഇത് 2015 അല്ലേ? അത് സ്പോർട്സ് അല്ലേ? അല്ല, അത് ആസ്തയാണ്. എന്താ പിന്നെ അത് പാർക്കൻ സെയിൽ ആയതുകൊണ്ടായിരിക്കും. ഇതും പാർക്കൻ സെയിലാ? ആണോ? ഇത് പാർക്കൻ സെയിൽ നമ്മളെ വണ്ടി. ഇത് 4,90 മറ്റേത് 4 രൂപ. അതിനകത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. മാക്സിമം പറഞ്ഞ് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ. അത് അത്രേ ഉള്ളൂ. പക്ഷെ വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് രണ്ടും നല്ല ക്ലീൻ. കമ്പനി വണ്ടിയല്ലേ? ഇത് നമ്മുടെ കമ്പനി വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഞാൻ ഇപ്പൊ മാറിയേ തരുള്ളൂ കേട്ടോ. ഇങ്ങനെ കിടക്കുന്നുണ്ട്. 3-4 കസ്റ്റമർ ഒന്ന് മൊണ്ടിപ്പോയി. ഇത് 2017 മോഡലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം നിങ്ങളൊന്ന് പോളിഷ് ചെയ്തിട്ട് ഷോറൂമിന് മുമ്പിൽ കൊണ്ടുവെക്കും. എന്നാലേ ഇത് കച്ചവടമാവുള്ളൂ. സീറ്റ വണ്ടിയാണ്. പക്ഷെ ആൽഫയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. വണ്ടി ഞാൻ ഗ്ലാസ് മാറി 6 ലക്ഷം രൂപയ്ക്ക് തരാം കേട്ടോ. 6 ലക്ഷം രൂപയ്ക്ക് 2017 വണ്ടി. 17 ഡീസൽ ഓടി 1.5 ലക്ഷം കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. പിന്നെ പക്ക ഹിസ്റ്ററി. നമ്മളെ നെക്സയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യന്റെ വണ്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്തല്ലേ ബ്രോ? അത് ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. ഇത് തട്ടിയിട്ടൊന്നും ഉണ്ടാവില്ലോ? ഇല്ല, 17 ഈ ഷേപ്പ് ഇല്ല. നമ്മൾ പിന്നെ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്താണെങ്കിൽ ഇതും ഫേസ് ലിഫ്റ്റ് ചെയ്താണല്ലേ? തട്ടില്ലാന്ന് ഉറപ്പല്ലേ? തട്ടിയിട്ടില്ല. ഓക്കെ. ഇനി അത് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ കൊടുക്കും. 5.95 കൊടുക്കോ? ചുമ്മാ ഒരു രസം പറ. എനിക്ക് ഗ്ലാസ് മാറണം. അതിന് എന്റെ കയ്യിൽ നിന്ന് പൈസ. എന്നാ പിന്നെ പോട്ടെ, നോക്കിയിട്ട് ചെയ്തു. ഈ വണ്ടി 2020 മോഡല് ട്രൈബർ. നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഇത് കൊടുക്കുന്നില്ല. ഇല്ല. ഇത് കൊടുക്കാത്ത ഇതിന്റെ RC ബുക്ക് എനിക്ക് കസ്റ്റമർ തരാന്ന് പറഞ്ഞ ഇതുവരെ തന്നില്ല. അയാളെ ഫിനാൻസ് ഞാൻ ക്ലോസ് ചെയ്ത് പോയി.
2017 മോഡൽ ഫിഗോ ആസ്പെയർ അല്ലേ? ആസ്പെയർ ആരും കൊടുക്കാതെ പോലെ 3 ലക്ഷം രൂപ ഞാൻ തന്നെ. 17 ആസ്പെയർ. ഇതിനകത്ത് ലോൺ വേണം, ഞാൻ ഫുള്ള് അതേക്കാൻ ഡീസൽ വണ്ടി. ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലേ? നല്ല കിടുകാച്ചി മൈലേജ്. എന്റെ കയ്യിലിരുന്ന വണ്ടി ചെയ്ത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി. പിന്നെ ഫോർഡ് ആയതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. എന്റെ കയ്യിലിരുന്ന വണ്ടിയാണ്, അതുകൊണ്ട് എന്താ കംപ്ലൈന്റ് ഉണ്ടാവില്ല. RC ഓണറുടെ പേരെന്താന്ന് വരും? നിങ്ങളാണെങ്കിൽ എന്താ മറ്റേ വണ്ടിക്ക് എന്താ പേടിയാണ് കംപ്ലൈന്റ് ആവാൻ? കംപ്ലൈന്റ് ഉണ്ടോന്ന് ചോദിച്ചല്ലേ? പുച്ഛിച്ച്. 2015 മോഡൽ ഫോർഡ് ഫിഗോ ആസ്പെയർ. 15 അല്ലേ? ഇത് പിന്നെ വണ്ടി ഇത് നല്ലതാണ്. അപ്പൊ അത് ചോദിക്കാൻ അത് 17, ഇത് 15 അല്ലേ? 15 വണ്ടി 3,25,000 രൂപ കൊടുത്തേക്കാം. നിങ്ങൾ ഫുള്ള് തലതിരിഞ്ഞ കളിയാണല്ലോ. അപ്പൊ എന്താ അങ്ങനെ? ഇത് നമ്മുടെ സ്വന്തം വേറൊരാളുടെ വണ്ടിയാണ്. പാർക്കൻ സെയിലാണ്. അതെ. അപ്പം വണ്ടി പക്കയാണ് കേട്ടോ. വണ്ടി വേറെ ഒരു പ്രശ്നമില്ല, പക്കയാണ് വണ്ടി. ഈ രണ്ട് വണ്ടിയും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 3,25,000 രൂപയ്ക്ക് 15 വണ്ടിയും 3 ലക്ഷം രൂപയ്ക്ക് 17 വണ്ടി അല്ലേ? പുച്ഛം പിന്നെ പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും കംപ്ലൈന്റ് ഇല്ലാന്ന് ഉറപ്പല്ലേ? അതെ. അത് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കൂലേ? അപ്പൊ എന്തായാലും ട്രസ്റ്റ് വാല്യൂല് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണം എന്നുള്ള സത്യസന്ധമായ ആഗ്രഹത്തോടു കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുത്തേ വിടുള്ളൂ അല്ലേ? അതിപ്പോ നിങ്ങൾക്ക് ലേശം വില കുറച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും നല്ല ക്വാളിറ്റിയോട് കൂടി തരുന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റിന്റെ കേസ് വിട്ടിട്ട് ഒരു കളിയില്ല. ക്വാളിറ്റി വിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാനേ നേരം കാണും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും ഇവിടത്തെക്കാളും ഒരു 10 രൂപ അവിടെ വില കുറവാണ്. 10 രൂപ കുറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 35,000 രൂപയുടെ പണി ചെയ്യുമ്പോഴുണ്ടാവും. ഇവിടെ 10 രൂപ കൂടുതൽ കൊടുത്താലും നിങ്ങൾക്ക് അപ്പോൾ ഒരു പണി നിങ്ങളെ വർക്ക്ഷോപ്പിൽ കയറി നടക്കേണ്ടി സമയം ഈ പറഞ്ഞ പോലെ പൈസ എല്ലാം ലാഭം കിട്ടും. ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണേ. തീർച്ചയായിട്ടും നമ്മൾ അജുൻ ഇപ്പൊ വന്ന് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സത്യസന്ധമായിട്ട് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1.5 വർഷത്തോളമായിട്ട് നമ്മുടെ ചാനലിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ വന്നു. ഒരു റീല് പോലും വേറൊരു ചാനലിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാടധികം ആൾക്കാർ അല്ലേ? ഇഷ്ടം പോലെ. കഴിഞ്ഞ ഒരു മാസം നമ്മൾ ആ ഓഫറിൽ കാണിച്ച വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് 25 വണ്ടി ഒറ്റ വണ്ടിയിൽ അല്ലേ? അപ്പൊ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, വിളിച്ചോളൂ, നമ്പർ കൊടുത്തിട്ടുണ്ട്, കാറ്റലോഗ് ഉണ്ട്, എല്ലാം അയച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കണ്ടുക. അതുവരെ എല്ലാവർക്കും